വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട എംഫിൽ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് കുക്കീസാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ ഞാൻ ആ മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 കപ്പ് മൈദയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, നല്ലൊരു തിക്നെസ് തന്നെ വേണം. അതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരുപാട് ഇത് അങ്ങ് ലൂസായി പോകാൻ പാടില്ല, കേക്കിൻ്റെ ഒരു ബാറ്റർ പോലെ ആയി പോകാൻ പാടില്ല. നമ്മളിത് കുക്കീസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലൂസായി പോകണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. ഇപ്പോൾ ഇതുപോലെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കീസിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കവർ എടുത്താലും മതിയാകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അരിവൊന്ന് കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ കുക്കീസിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഒരുപാട് റൗണ്ട് ഷേപ്പ് ആക്കണ്ട, കാരണം ഇത് കുക്കീസ് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി പരന്ന് വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിത് എല്ലാത്തിൻ്റെയും ഒന്ന് റൗണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിപ്പോൾ ഈ പാത്രം അതിലേക്കൊന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് ഇതൊരു കുക്കീസ് ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് മതിയാവും ഇതൊന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ല് തയ്യാറാക്കി എടുക്കാം. ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് വെക്കാണ്. ഇളം ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നാരങ്ങ നീരും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു തിക്കായി വരണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ക്രീം റെഡിയായി കിട്ടുള്ളൂ. അപ്പം ഞാനിത് ഒരു ബൗളിലേക്ക് ജെലാറ്റിൻ ഇപ്പോൾ മെൽറ്റായി വന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക്കായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല തിക്കായ ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് തൊട്ട് 6 മിനിറ്റ് വരെ നിർത്താതെ ഇതൊന്ന് ബീറ്റ് ചെയ്യാം, എങ്കിൽ മാത്രമേ നല്ല തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നതിന് ശേഷം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം. കാരണം ഈ ഒരു നമ്മൾ ജെലാറ്റിൻ ചേർത്തത് കൊണ്ട് തന്നെ ഇതൊരു 10 മിനിറ്റിനകത്ത് ഇത് സെറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കീസ് നന്നായിട്ട് കുക്കായി വന്ന് അത് തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ ക്രീമിന് വേണ്ടത് തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്രീം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കീസ് എല്ലാം നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പോലെയും വന്നിട്ടുണ്ട്. അടിയൊന്നും കരിയാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ നല്ല രീതിയിൽ കരിയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കീസ് തയ്യാറാക്കി എടുക്കാം. കുക്കീസ് ഒരിക്കലും ചൂടോടുകൂടി തന്നെ നമ്മൾ ക്രീമൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ക്രീം ഇനി ഒരു കവറിലേക്ക് നമുക്ക് മാറ്റാം. എന്നതിന് ശേഷം നമുക്കൊരു കുക്കീസ് എടുത്തതിന് ശേഷം നമുക്ക് ക്രീമൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കുക്കീസിൻ്റെ ക്രീം പെട്ടെന്നൊന്നും സെറ്റായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പാടായിട്ടുള്ളത്. അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് മുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റിലേക്ക് മുക്കി നമുക്കിത് എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എംഫിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.